ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്നതിലേക്കുള്ള തെളിവുകളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ നല്ല വചനം പിടിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ നമ്മൾ പഠിച്ചു. ഏറ്റവും ആ ബന്ധത്തിൽ ഒടുവിൽ പഠിച്ചത് അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള പുരുഷനായിരുന്നു എന്നാണ്. അവന്റെ ശിഷ്യന്മാർ പോലും അവനെ കണ്ടിട്ട് കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞ് അതിശയപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം അല്ലായിരുന്നു എങ്കിൽ കാറ്റും കടലും ഇളകിമറിയുന്ന തിരമാലയും ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ അനുസരിക്കുമായിരുന്നില്ല. ഭൂമിയിൽ ഒരു ദിവ്യനും അങ്ങനെ കാറ്റിനോടും കടലിനോടും അടങ്ങൂ ശാന്തമാകൂ എന്ന് പറഞ്ഞിട്ട് അവ അടങ്ങുകയോ ശാന്തമാകുകയോ ചെയ്തിട്ടില്ല. കർത്താവ് അത് പറഞ്ഞപ്പോൾ കാറ്റ് അമർന്നു, കടല് ശാന്തമായി, തിരമാലകൾ അമർന്നു, അവർ ശാന്ത തുറമുഖത്ത് എത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവം എന്ന നിലയിൽ അവിടുന്ന് ആരാധന സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ടെങ്കിലും അനിവാര്യമായ ചില റെഫറൻസ് മാത്രം ഞാൻ പറയുന്നു. മത്തായി സുവിശേഷകൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നു, ഈ വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ മറിയോടുകൂടെ വീട്ടിൽ ചെന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പുൽത്തുരുത്തിൽ കിടത്തപ്പെട്ട അനുഭവത്തിലാണ് ജനനത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം മറിയോടുകൂടെ അല്ലെങ്കിൽ യോസേഫിനോട് വീട്ടിലായിരിക്കുന്ന ആ ബാലകനായ ശിശുവിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ബാലകനായ ശിശുവിന്റെ ഇടയ്ക്ക് ചെന്നിട്ട് അവർ പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ മൂന്നും എടുത്ത് അവന് കാഴ്ചവെച്ചു, അവർക്ക് കാഴ്ചവെച്ചു എന്നല്ല പറയുന്നു. അത് മറിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് കാഴ്ചവെച്ചെന്നല്ല, അവന് കാഴ്ചവെച്ചു, അവരെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവം എന്ന നിലയിൽ വിദ്വാൻമാര് ആരാധിക്കുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ആരാധന സ്വീകരിച്ചു എന്ന് വായിക്കുന്നു. അവരെ കാൽക്കൽ വീണ ആളുകളെ അവൻ തടഞ്ഞില്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് ആരാധന അർപ്പിച്ച ആളുകളെ അയ്യോ അരുത്, പാടില്ല, ഞാൻ സാക്ഷാൽ മനുഷ്യനാണ് അല്ലെങ്കിൽ ഗുരുവാണ്, നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് യേശു ആരെയും തടസ്സപ്പെടുത്തിയില്ല. നമ്മുടെ കർത്താവ് യേശു കാൽവറിലെ ക്രൂശിൽ മരിച്ച ശേഷം നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ബഥാന്യോളം ചെന്ന് ഒലിവുമലയിൽ അവരെ കൂട്ടിക്കൊണ്ടത്. അവിടെ വെച്ച് ഒരു മേഘം അവനെ നേരിടുകയും അവൻ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ വേളയിൽ ഈ കർത്താവ് മേഘങ്ങൾക്ക് അപ്പുറത്തേക്ക് മറയുന്ന സമയത്ത് അവന്റെ ശിഷ്യന്മാര് വീണ് അവനെ നമസ്കരിച്ചു എന്ന് ലൂക്കോസ് സുവിശേഷൻ ചരിത്രകാരനാണ്. അദ്ദേഹം തന്റെ സുവിശേഷത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വീണ് അവനെ നമസ്കരിച്ചു. നമ്മുടെ കർത്താവായ യേശു ഒരു ആരാധന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരാധന സ്വീകാര്യത അവൻ ദൈവമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് അവൻ സംസാരിക്കുകയും പടിപടിയായി തന്നെ ആ ശമരിയാക്കാരി സ്ത്രീക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ശമരിയാക്കാരി സ്ത്രീയോട് യേശു നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മെഷിയയാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് അവൾ വാക്ക് പറയുന്നുണ്ട്, സത്യനമസ്കാരികൾ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആരാധനയെ കുറിച്ചുള്ള മനോഹരമായ വിവരണം അവളോട് നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് താൻ മെഷികയാണ് എന്നുള്ള നിലയിൽ, അതായത് യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിത രക്ഷിതാവാണ് എന്നുള്ള നിലയിൽ ക്രിസ്തു അവൾക്ക് തന്നെ താൻ വെളിപ്പെടുത്തുന്നതും അവളാ സത്യം ഈ ശമരിയയിലെ സകല ആളുകളോടും വിളിച്ചു പറയുന്നതും ശമര്യർ ഐകണ്ഠമായി വന്ന് കർത്താവിനെ കൂട്ടിക്കൊണ്ട് അവരിലേക്ക് പോകുന്നതുമായ രംഗമൊക്കെയും നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് കുഷ്ഠരോഗികള്, നാനാവിധ വ്യാധിക്കാര്, പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരൊക്കെ യേശുവിനെ അനുഗമിക്കുകയും അവനെ നമസ്കരിക്കുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. ദൈവം ഒരുവൻ മാത്രമാണെന്നും സത്യനമസ്കാരികൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നും പഠിപ്പിച്ച കർത്താവായ യേശു താൻ ദൈവം അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവനെ വീണ് നമസ്കരിക്കുന്ന ആളുകളുടെ മുമ്പാകെ അരുത്, നിങ്ങൾ എന്നെ നമസ്കരിക്കരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് അവരെ തടയുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരുടെ ആരാധനയെ കർത്താവായ യേശു സഹർഷം സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ
കർത്താവായ യേശു ആരാധന സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ആരാധ്യനാണ്, അവൻ സർവശക്തനാകുന്ന ദൈവമാണ് എന്ന് അനിഷേധ്യമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.